ഇന്ത്യക്കെതിരെ ഭീഷണി, വിരട്ടൽ, സമ്മർദ്ദം ഇങ്ങനെ ഒരുപാട് ഷോ നടത്തിക്കൊണ്ടിരുന്ന പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണ്. ആ ഷോ അവസാനിപ്പിക്കാൻ പോലും ഒന്ന് താഴേക്ക് വീഴാൻ ത്രാണിയില്ലാത്ത പഴംതുണി തിരശ്ശീലയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. യഥാർത്ഥ തിരക്കഥ ആഗോള വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയാണ്. അത് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ അതിന്റെ സംവിധായകനായിരുന്നു പറയാം, നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ഇന്ത്യയിൽ നിന്ന് ലോകം ഇതുവരെ കണ്ട സംഭവങ്ങളൊക്കെ വെറുമൊരു ട്രെയിലറായിരുന്നു. ചിലതെല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ മോദിയും സംഘവും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അമേരിക്കയുടെയും ചൈനയുടെയും യൂറോപ്പിന്റെയും ലോബികൾ ഞങ്ങൾ കാരണം വിയർക്കുകയാണെന്ന് മോദി ആഗോള ശക്തികളൊക്കെ ഓരോരോ തെളിവ് സഹിതം അക്കമിട്ട് നിരത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോരോ ലോബിയാണ് അത്ര ഇന്ത്യക്കെതിരെ ഇത്രയും കാലമായി പടപൊരുതിക്കൊണ്ടിരുന്നത്. യൂറോപ്പിന് ലോബി ആയാലും അമേരിക്കൻ ലോബി ആയാലും ഫാർമ ലോബി. കോവിഡ് വാക്സിൻ സമയത്ത് ഇന്ത്യ എന്താണ് ഈ ലോബിക്ക് കാണിച്ചു കൊടുത്തത്? എങ്ങനെയാണ് കോവിഡ് രോഗികളെ പരിപാലിക്കേണ്ടത്? ലോകമെമ്പാടും, ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഇന്ത്യ കോവിഡ് വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് സൗജന്യമായി വിതരണം ചെയ്തു. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന മരുന്ന് നൽകി ഈ ഫാർമ ലോബിയുടെ നട്ടലൊടിക്കുകയാണ് അന്ന് മോദി ചെയ്തത്. ഇപ്പോഴിതാ ഇന്ത്യ ലോകത്തിന്റെ ഒരു ഫാർമസി ഹബ്ബായി മാറിയിരിക്കുന്നു. അമേരിക്ക പോലും പിന്നിൽ. അടുത്ത പെട്രോൾ ലോബി, അതും പൊളിച്ച് കയ്യിൽ കൊടുത്തു മോദി. റഷ്യയിൽ നിന്നുള്ള വില കുറഞ്ഞ എണ്ണയുമായി ഇടപെട്ട ശേഷം ഒപെക് രാജ്യങ്ങളാണ് ലാഭത്തിന്റെ വാർത്തയെടുത്ത് മാധ്യമങ്ങളിൽ കൊടുത്തത്. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ വലുതായി വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചു നിരത്തി. അങ്ങനെ അമേരിക്കയെ കൊണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്കുമൊക്കെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ ഇതാ റഷ്യൻ എണ്ണ കമ്പനികൾക്ക് കടുത്ത ഉപരോധമാണ് അമേരിക്ക ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ടെന്തേ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുന്നില്ലേ? ഇന്ത്യൻ കപ്പലുകൾ വളരെ കൃത്യമായി ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുണ്ട്, മറ്റ് സഖ്യരാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോഴെന്താണ്, ഈ കപ്പൽ തടയാനോ അത് ബോംബിട്ട് മുക്കാനോ ഒന്നും അമേരിക്ക അടക്കമുള്ള ലോക ശക്തികൾക്ക് സാധിക്കുന്നില്ലേ? കഴിയില്ല. പക്ഷെ ഈ കപ്പലുകൾ ഇന്ത്യൻ വ്യോമസേനയോ നാവികസേനയുടെയോ ഒരു സഹായവുമില്ലാതെയാണ് റഷ്യൻ പെട്രോളുമായി, റഷ്യൻ ക്രൂഡ് ഓയിലുമായി ഇങ്ങോട്ട് വരുന്നത് എന്നുകൂടി ഓർക്കണം. അടുത്തത് ആയുധ ലോബി. അമേരിക്ക അടക്കമുള്ള ലോക രാജ്യങ്ങൾ, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ പലവിധ ആയുധങ്ങളും പലവിധ പോർ വിമാനങ്ങളും കാട്ടി ഇന്ത്യയും ചൈനയും ഒക്കെ വിരട്ടി നോക്കി. വെറും 3 മണിക്കൂർ സൈനിക പ്രകടനം, ഓപ്പറേഷൻ സിന്ദൂർ. എന്താണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ലോകത്തെ കാട്ടിക്കൊടുത്തതാണ് ഇന്ത്യ. UK-ക്കും യൂറോപ്പിനുമുള്ളൊരു മറുപടി കൂടിയായിരുന്നു ഇന്ത്യയുടെ ആ ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാന് മാത്രമല്ല, ചൈനയോടും UK-യോടും പിന്നെ 50 ലോക രാജ്യങ്ങളോടും ഇന്ത്യ പറഞ്ഞു, ഇനി നിങ്ങളുടെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് ഉൽപ്പന്നങ്ങൾ, ഇനി ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വാങ്ങാം. ഇന്ത്യയിലേക്ക് ഈ രാജ്യങ്ങൾക്ക് ചുവപ്പ് പരവതാനിയാണ് ഇന്ത്യ വിരിച്ചത്. എന്തായി അവസ്ഥ? അവരത് കേട്ടു തുടങ്ങിയിരിക്കുന്നു. ചൈന ഇന്ത്യയുടെ വഴിയാണ്, UK ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിലെത്തിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഏത് നിമിഷവും ഇന്ത്യയുമായുള്ളൊരു വ്യാപാര കരാർ പ്രഖ്യാപിച്ചു. നരേന്ദ്ര ദാമോദാസ് മോദിയുടെ ദൗത്യം തുടക്കം മുതൽ തന്നെ വ്യക്തമായിരുന്നു. 1ാം ടൈമിലും 2ാം ടൈമിലും ഇപ്പോഴത്തെ 3ാം ടൈമിലും ഇന്ത്യയെ ലോകത്തിന്റെ നമ്പർ 1 ആക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നൊരു ഘടകമാക്കി ഇന്ത്യയെ മാറ്റുക. ആരുടെയും മുന്നിൽ ഇന്ത്യ തലകുനിക്കരുത്, ഇന്ത്യക്കാർ തലകുനിക്കരുത്, ആരെയും തലകുനിക്കാൻ അനുവദിക്കുകയും ചെയ്യും. അതാണ് ഇന്ത്യയുടെ പോളിസി. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ, നൂതന ആശയക്കാർ, ഗവേഷണ വികസന സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഇപ്പൊ ലോകത്തെ മുൻപന്തിയിലുള്ള സ്ഥാപനങ്ങളുടെ പട്ടികയിലുണ്ട്. മുൻപന്തിയിലുള്ള ആദ്യത്തെ 50 പേരുടെ പട്ടിക എടുത്താൽ അവരൊക്കെ ഇതിലുണ്ട്. കളിപ്പാട്ടം മുതൽ ടാങ്കുകൾ വരെ. ഇന്ത്യയിലെ കളിപ്പാട്ട വിപണി ചൈനയെ കടന്ന് കയറിയിരിക്കുന്നു. യുദ്ധ ഉപകരണങ്ങൾ. ഭാരതം ഒരു വിപണിയല്ല, ആത്മനിർഭർ ഭാരത് സംരംഭമാണ്. 1 അല്ല, 100 അല്ല, എണ്ണിയാലൊടുങ്ങാത്ത മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളാണ് ഇന്ത്യയിൽ കൂണുപോലെ ഇപ്പോൾ മുളച്ചു പൊങ്ങുന്നത്. അതൊന്നും അടച്ചുപൂട്ടാനുള്ളതല്ല. ഓരോന്നിനും സ്വന്തമായ ആശയങ്ങൾ. പ്രതിരോധമായാലും സേവന മേഖലയായാലും എന്തായാലും ഓരോന്നിനും അതിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട്. മേക്ക് ഇൻ ഇന്ത്യ. ഇപ്പോഴിതാ ഫ്രാൻസിന്റെ റഫേൽ വിമാനങ്ങൾ, അതിനി വരാൻ പോകുന്നത് ഫ്രാൻസിൽ നിന്നും മൊത്തം വിമാനമായി പറന്ന് ഉയർന്ന് ഇന്ത്യയിലേക്ക് വരികയല്ല. സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഹൈദരാബാദിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം
റഫേൽ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ്. ഇനി അതിൽ തദ്ദേശീയമല്ലാത്ത ഒരൊറ്റ ഉൽപ്പന്നം മാത്രമേ ആ വിമാനത്തിൽ കാണൂ. അതിന്റെ ലോഗോ ഫ്രാൻസിന്റെ ഔദ്യോഗിക ലോഗോ റഫേൽ. ബാക്കിയെല്ലാം ഇന്ത്യൻ നിർമ്മിക്കും. അടുത്തത്, ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തിയും തദ്ദേശീയ ആയുധങ്ങളുടെ ഭീഷണിയുമൊക്കെ നാറ്റോയുടെ കോൺഫറൻസ് റൂമിൽ ഇപ്പോൾ അലടിക്കുകയാണ്. തുർക്കിയിലെ ഡ്രോൺ ബിസിനസ് ഇന്ത്യ പൂട്ടിക്കെട്ടിച്ചു. സമാധാനം എന്ന വാക്കുച്ചരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയുടെ മുന്നിലേക്ക് അഭ്യർത്ഥനയുമായി വന്നിരിക്കുന്നത്. താരിഫുകളെല്ലാം പിൻവലിക്കാം, ഇന്ത്യയുമായി സമാധാനം വേണമെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ചില വിഡ്ഢികളുണ്ട്. അവർ നരേന്ദ്രമോദിയെയും ഈ സംവിധാനത്തെയും ഒക്കെ ഭീരുക്കളെന്നും ഭീരുത്വമെന്നും ഭീരുത്വ സംവിധാനമെന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. ഭാരതം നിർണായക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഹിമാലയത്തിലെ ഗുഹകളിൽ പോയി വിളിക്കും അവർ. മറ്റു ചിലർ ഇറ്റലിയിലോ ഹാവാർഡിലോ പോയി ഇരുട്ടിൽ പൊങ്ങും. യുദ്ധമില്ലാതെ, തന്ത്രപരവും നേതൃപരവുമായ ഒരു കഴിവില്ലാതെ അമേരിക്കൻ ചൈന വ്യാപാര യുദ്ധം നിയന്ത്രിച്ച് ചൈനയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ കൊണ്ടെത്തിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റാർക്കും അധികമായ വിവരം അറിയില്ലെങ്കിലും അദ്ദേഹം ഒരു സാധാരണ നേതാവല്ല, തന്ത്രപരമായ യോദ്ധാവാണ്. എന്താണ്? ചൈന ഇന്ത്യയുടെ അടുക്കണമെങ്കിൽ അമേരിക്കയിൽ നിന്നും അകലണം. അത് മറ്റൊരു കുൽസിത പ്രവൃത്തിയിലൂടെ ആകരുത്. ചൈനയ്ക്കെതിരെ ഇന്ത്യക്ക് റെയർ നിയന്ത്രണം ഏർപ്പെടുത്തിയതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഏർപ്പെടുത്തിയപ്പോൾ അമേരിക്കയ്ക്ക് കയറി കൊണ്ടു. അമേരിക്കയിലെ ചിപ്പ് വ്യവസായം തകരും. അപ്പോൾ അമേരിക്ക ചൈനയ്ക്ക് ഉയർന്ന താരിഫ് ഏർപ്പെടുത്തി. അപ്പോഴാണ് ചൈനയ്ക്ക് മനസ്സിലായത് ഇന്ത്യ തൊട്ടടുത്തുണ്ടെന്ന്. അതാണ് പറയുന്നത്, ചൈനയുടെ ഉള്ളിൽ സൗഹൃദം പൂത്തുലയുകയാണ്. പക്ഷേ അവർക്കിപ്പോഴും സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം അമേരിക്ക അവർക്ക് പേടിയുണ്ട്. അവരുടെ മുഖത്ത് പക്ഷേ ഇത് പകയില്ല, ചിരിയുണ്ട്. ആ പക മാച്ചു കളഞ്ഞ് ചിരി അവിടെ ഫിറ്റ് ചെയ്ത് അവർ ചിരിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ ഭാരതമാണ്, നരേന്ദ്രമോദിയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച